ഷിബിനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ഷിബിൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് പറഞ്ഞാല്, ഈ വാർ ഉണ്ടാകുന്നതിന്റെ ഈ വാർ നടത്താൻ ഒന്നാമത്തെ കാരണം ഈ എപ്സ്റ്റീൻ ഫയൽ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായ? ഈ ട്രംപും അതുകൂടാതെ ഈ നെതന്യാഹു ഒക്കെ ഈ എപ്സ്റ്റീൻ ഫയലിനകത്തുണ്ട്. മനസ്സിലായ? ഈ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്ത് അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കൊന്ന് തിന്ന് ഇവരൊക്കെ ഈ എപ്സ്റ്റീൻ ഫയലിനകത്തുണ്ട്. ഇത് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു യുദ്ധമാണിത്. ഇത് ആർക്കും മനസ്സിലാവില്ല. എന്നിട്ട് ഇവര് പറയുന്നു ഞാനും അതായത് നെതന്യാഹു പീസ് മേക്കറാണ്. അതിന് എന്ത് അർത്ഥമാണുള്ളത്? നെതന്യാഹു പീസ് മേക്കറാന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥമാണുള്ളത്? നെതന്യാഹു പറയുന്നത് പീസ് മേക്കറാണ്, പിന്നെ മറ്റേ ട്രംപും പറയുന്നത് ഞാനും പീസ് മേക്കറാണ്. അതിനൊക്കെ എന്ത് അർത്ഥമാണുള്ളത്? ഇപ്പൊ ഇറാന്റെ കയ്യിൽ മിസൈലിന്റെ ശേഖരണം വളരെ കൂടുതലാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ ഷിബിൻ. ശ്രീ അഖിൽ കുമാറാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ അഖിൽ കുമാർ, താങ്കൾ നേരത്തെ പൊതുവേദിയിൽ പ്രതികരിച്ചിട്ടുള്ള ആളാണോ? അതെ അതെ. ശരി ശ്രീ അഖിലിന് എന്താണ് ഈ വിഷയത്തിൽ? ലോകം ചർച്ച ചെയ്യുകയാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഈ പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് നമ്മുടെ ജീവിതത്തിന് തന്നെ അനിവാര്യമായ ഒന്നാണ്. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? തീർച്ചയായും ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ കോൾ ചെയ്തത്. ഒന്നാമത് ഇപ്പോ ഇറാനിലും അതുപോലെ തന്നെ അതിനു മുമ്പ് പശ്ചിമേഷ്യ ഒന്നാകെ അമേരിക്കയുടെ കാൽക്കീഴിലായിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് അമേരിക്ക നൂറ്റാണ്ടുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോകത്ത് അങ്ങനെ തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇന്ന് ഇപ്പോ നമ്മുടെ ആയിരക്കണക്കിന് വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്ന് അല്പം വിശ്രമിച്ച ഉടനെ തന്നെ ഇറാനിലേക്ക് ബോംബ് വർഷിച്ച് അവരാരംഭിച്ചിരിക്കുകയാണ്. അവർ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ആണവായുധങ്ങളുടെ വലിയ ശേഖരം ഇറാനിലുണ്ട് എന്നാണ്. ഇവിടെ അമേരിക്ക ലോകത്ത് അവർക്കാണ് ഇതിന്റെ ഒരു ചരിത്രമുള്ളത്. അണുബോംബുകളുടെയും അണുവിസ്ഫോടനത്തിന്റെയും ഒക്കെ ചരിത്രമുള്ള ഒരു രാജ്യം ലോകത്തുണ്ടെങ്കിൽ അത് അമേരിക്കയാണ്. അതായത് നമുക്കറിയാം, ഈ ജപ്പാനില് അവർ നടത്തിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ആ അണുവിസ്ഫോടനത്തിന്റെ പ്രത്യാഘാതം ഇന്നും യുദ്ധത്തിന് മുമ്പ് ഏതൊരു യുദ്ധത്തിന് മുമ്പിലും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ അണുവിസ്ഫോടനത്തിന്റെയും അണുആയുധത്തിന്റെയും പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്ക ലോകത്ത് ഇത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഈ ലോകത്ത് ഒരു കൊച്ചുകുട്ടി, ഒരു സ്കൂൾ 1ാം ക്ലാസ് വിദ്യാർത്ഥി പോലും തയ്യാറാവില്ല നമ്മളെ കേരളത്തിൽ. കാരണം കേരളത്തിലെ വിദ്യാലയങ്ങൾ വരെ യുദ്ധത്തിനെതിരെ റാലികൾ നടത്തുന്ന സംസ്ഥാനമാണ്. അപ്പം കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇരുന്ന് ഇപ്പോഴും തീവ്ര വലതുപക്ഷക്കാരാണ് ഇസ്രായേലിനെ നയിക്കുന്നത്. ക്രിസ്ത്യൻ പഴയ നിയമക്കാരാണ് ഇസ്രായേലിനെ നയിക്കുന്നത്. നെതന്യാഹു അവരുടെ നേതാവായിട്ട് അമേരിക്കയുടെ ഒരു യുദ്ധ ഭടനായിട്ടാണ് അയാൾ ഇന്ന് ലോകരാജ്യങ്ങളിലെ അറബ് രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള യുദ്ധം കെട്ടഴിച്ചു വിടുന്നത്. ഇത് ലോകത്ത് വലിയ രീതിയിൽ അസ്വസ്ഥത സൃഷ്ടിക്കുകയും ലോക ജനതയെ തന്നെ ബാധിക്കുന്ന രൂപത്തിലേക്ക് വ്യാപാര രംഗത്തായിരുന്നാലും തൊഴിൽ രംഗത്തായിരുന്നാലും കേരളത്തിലെ, ഇന്ത്യയിലെ മറ്റ് ഇതര രാജ്യങ്ങളിലെ ആളുകൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൾഫ് മേഖലകളിലൊക്കെ തന്നെ വലിയ രീതിയിൽ അറബ് നാടുകളിൽ അശാന്തി വിതയ്ക്കാൻ തുടങ്ങിയ നൂറ്റാണ്ടുകളായിട്ടുള്ള 1947 അമേരിക്ക അവരുടെ CIA എന്ന് പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒരു സ്ഥാപനം ഈ അറബ് നാടുകൾക്ക് നടുവിൽ സ്ഥാപിച്ചിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ലബനോണിലും സിറിയയിലും ഇറാനിലും ഇറാഖിലെ പ്രധാനമന്ത്രിയായിരുന്ന സദ്ദാം ഹുസൈനെ വരെ അവർ പിടിച്ചുകൊണ്ടുപോയി കൊന്നു കളഞ്ഞു. അങ്ങനെ എത്ര ആളുകളെ കൊന്നു. ലോകത്തെ മഹാരാജന്മാരെ വധിച്ചവരാണ് അമേരിക്കക്കാർ. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അമേരിക്കയുടെ ന്യായങ്ങൾക്കൊന്നും ഇന്ന് ലോകത്തൊരു പ്രസക്തിയുമില്ല. അപ്പോ ഇതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ യുദ്ധത്തെ നമ്മൾ നഖശിഖാന്തം ലോക ജനത എതിർക്കുകയും ഈ അമേരിക്കൻ പ്രസിഡന്റുമാർ മാറി വന്നിരുന്നാലും ഈ നയത്തിലൊരു മാറ്റവുമില്ലാതെ അമേരിക്കയുടെ ഒരു അസന്ദിഗ്ധമായ ഒരു നയമായി ലോക രാജ്യങ്ങളില് അറബ് നാടുകളിൽ പ്രത്യേകിച്ച് യുദ്ധങ്ങൾ വിതയ്ക്കുക എന്ന് പറയുന്ന രീതിയാണ്. ചെറു രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി അവരുടെ അധീനതയിൽ കൊണ്ടുവന്ന് അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുക, അവര് ഈ യുദ്ധാനന്തരം അവരുണ്ടാക്കുന്ന ചെറിയ ചെറിയ വികാസത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയാണ് അമേരിക്ക ഇന്ന് ലോകത്ത് അവലംബിക്കുന്നത്. അത് തിരിച്ചറിയാൻ ലോകത്ത് ബുദ്ധിയുള്ള, വിദ്യാഭ്യാസമുള്ള മനുഷ്യ സമൂഹം തയ്യാറാവുകയും ലോകത്ത് ഈ ചെറു ന്യൂനപക്ഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്രാജ്യത്വ ന്യൂനപക്ഷ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ ശക്തികളെ, അവരുടെ രാഷ്ട്രീയ ഗൂഢാലോചനയെ, യുദ്ധ ഭ്രാന്തിനെ അവസാനിപ്പിക്കാൻ ലോക ജനത ഒന്നാകെ ശബ്ദമുയർത്തുകയും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് തുടർച്ചയായി ഇവർ മുന്നോട്ട് വെക്കുന്ന യുദ്ധം ലോകത്തോട് വിളിച്ചു പറയുന്നത്.
ആ നിലയ്ക്ക് നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട ഒരു ഇറാനിലെ എന്തെങ്കിലും ആയുധം സൂക്ഷിച്ചിട്ടുണ്ടെന്നും മുസ്ലിങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദികളാണെന്നുള്ള അമേരിക്കയുടെ പ്രചണ്ഡ പ്രചാരണത്തെ ഏറ്റെടുത്ത് അത് ലോകത്തിന് സമർപ്പിക്കുന്ന ആളുകളായി വിദ്യാഭ്യാസവും വിവരവും ചരിത്രബോധവുമുള്ള ആളുകൾ മാറിക്കൂടാ. കാരണം 1980-കളിലും 87-ലും 86-ലും ഒക്കെ ലബനോണിലും സിറിയയിലും അതുപോലെ തന്നെ ഈ പശ്ചിമേഷ്യ ഒന്നാകെയും ചുട്ടു ചാമ്പലാക്കുക എന്നുള്ള അവരുടെ വംശഹത്യ തന്നെയാണ് അമേരിക്ക ലക്ഷ്യം വെച്ചിരുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള കേരള ജനത, ഇവിടുത്തെ പ്രധാനമന്ത്രി അടക്കമുള്ള, ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ അഖിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.